മുത്തുമണി സാർ, ഇന്നലെ രാവിലെ ഞാൻ നമ്മളെ കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിലേക്ക് തുണി മടക്കി കുത്തിയാണ് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടാണ് മമ്മൂട്ടി വരണമായി വന്നതാണ്. ഇവിടുത്തെ ഡോക്ടർമാരെല്ലാവരും കൂടി പിടിച്ച് കയറ്റിക്കാണ്ട് 8 കുപ്പി ബ്ലഡ് കൊടുത്തിക്കാണ്ട് എന്തൊക്കെയോ വലിച്ച് കയറ്റി തന്നുകാണ്ട് നമ്മളെ ഓപ്പറേഷൻ തിയേറ്റർ തന്നെ ബോർഡ് വെച്ച് ഇൻഡസ്ട്രിയിൻ്റെ ഉള്ളിൽ കയറ്റിക്കാണ്ട് നമ്മളെ കാല് തുറന്നുകാണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഉളി ആംബ്രേറ്റ് മേടിയിട്ടും അതേപോലെ ഡ്രില്ലറായിട്ട് ഓട്ട കുത്തിയിട്ടും കമ്പിട്ട് വെച്ച് വലിച്ച് കെട്ടിയിട്ടും എന്തൊക്കെയോ കാട്ടിയിട്ട് ഇതാ അതേപോലെ ഇങ്ങോട്ട് കെട്ടി തന്നിക്കണേ. ഇപ്പോൾ ഓല് പറയുകയാണെങ്കിൽ 2 മാസത്തിന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുത്തോന്ന്. ആലോചിക്കുകയാണ് ഓരോരുത്തർ ഓരോരോ അവസ്ഥയെ. നിങ്ങൾ ഏതായാലും കഴിച്ചില്ല, ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് കാലത്ത് നിങ്ങൾക്ക് ഇന്ന സഹിക്കണ്ടല്ലോ. നമസ്കാരമുണ്ട് കേട്ടോ, ഞാൻ ഡോക്ടർ ഫൈസലാണ് കോട്ടക്കൽ മിംസിൽ നിന്ന്. ധോവന്റെ ഒക്കെ വർത്താനം കേട്ട അവനൊക്കെ നമ്മൾ പിടിച്ചു വലിച്ചിട്ട് ചെയ്തതാണ്. ഒരു കാര്യം സത്യമാണ്, പിടിച്ചു വലിച്ച് ചെയ്ത് തന്നെയാണ്. അവനെ പരിചയമുള്ളതാണ് അതിന്റെ ഗുണം. എന്താ കാര്യം എന്നറിയാം, 6 മാസം മുമ്പ് പോയി ഫുട്ബോൾ കളിച്ചിട്ട് മുട്ടിനുള്ളിൽ ACL എന്ന് പറഞ്ഞ പ്രധാന ലിഗമെന്റ് പൊട്ടിച്ചിട്ട് നടക്കുകയാണ്. കാണുമ്പോൾ മമ്മൂട്ടി ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ നടക്കത്തിൽ ചില സമയത്തൊരു ഞൊണ്ടൽ വരുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, ഡോക്ടറെ വേദന ഉണ്ട്. MRI എടുത്തപ്പം ACL എന്ന് പറഞ്ഞ ലിഗമെന്റ് ഫുള്ള് കട്ടാണ്, വാഷറിൽ ചെറിയ കീറലുണ്ട്. ഞാൻ എൻ്റെ പൊന്നു മോനെ, എൻ്റെ ഈ ചെറുപ്പമൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാവും, നീ പോര് കറക്റ്റ് സമയത്ത്. അങ്ങനെ ഞങ്ങൾ പിടിച്ചു കെട്ടി ചെയ്താണ്. അൽഹംദുലില്ലാ ഇന്നലെ കഴിഞ്ഞു, നാളെ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സംസാരമാണ് ഇപ്പം നടക്കുന്നത്. അല്ല, ഞാനെന്താ അറിയണ്ടേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പോർട്സ് ഇഞ്ചറി ഇപ്പോൾ അധികം വരുന്നതാണ്. ഞാൻ ഡോക്ടറോട് ആദ്യം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഫുട്ബോൾ കളിക്കണം, അത് മസ്റ്റാണ്. നമ്മൾ മലപ്പുറത്ത് ഫുട്ബോൾ കളിച്ചിട്ട് പിന്നെ എന്തിനു കൊള്ളാം, അത് മസ്റ്റാണ്. അപ്പം നമ്മൾ കളിച്ചപ്പം ഒരു പരിക്ക് പറ്റി. സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്ന ഒരു പരിക്കാണ് ACL, അത് സത്യമാണ്. പക്ഷെ പലരും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാണ്ട് വീണ്ടും കളിക്കും. അടുത്ത ലിഗമെന്റ് പൊട്ടും, ACLന്റെ കൂടെ മെനിസ്കസ് എന്ന് പറഞ്ഞ വാഷർ പൊട്ടും. ഓരോ പൊട്ടലും ജോയിന്റിന് തേയ്മാനങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ വണ്ടീന്റെ അലൈൻമെന്റ് തെറ്റി വണ്ടി ഓടിക്കണം, അതേ അവസ്ഥയാണ്. ടയർ തെയ്യം എന്ന് പറയുന്നത് മുട്ടിനുള്ളിലെ തെരണാസ്തി തെയ്യുക. 40 വയസ്സാകുമ്പോഴത്തേക്ക് എനിക്ക് മുട്ടിന് വളവായി, കാലിന് വേദനയായി, പിന്നെ തിരിച്ച് വിട്ടാത്ത മാറ്റങ്ങൾ അതിൽ സംഭവിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേടായ എന്താണോ അലൈൻമെന്റ് പോയ സാധനം ലിഗമെന്റ് റീകൺസ്ട്രക്ട് ചെയ്താൽ ഒരു 3 മാസം മാക്സിമം 6 മാസത്തിനുള്ളിൽ തിരിച്ച് ഫുട്ബോൾ കളിയിലോട്ട് ഇറക്കാൻ പറ്റും. ഏത് സ്പോർട്സ് ആണോ ചെയ്യുന്നത് അതിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിഗമെന്റ് ഇന്നലെ നമ്മൾ ചെയ്യുമ്പോൾ 9 മില്ലിമീറ്റർ ലിഗമെന്റ് നമുക്ക് കിട്ടി. നിന്റെ മുട്ടിലെ നിന്റെ തന്നെ ലിഗമെന്റ് സ്ട്രോങ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അത് എല്ലുമായിട്ട് പിടിക്കാനുള്ളൊരു സമയം അല്ലേ, എത്ര ഏകദേശം 3 മന്ത്സ് എടുക്കും. 3 മന്ത്സോളം ഏകദേശം അത് എടുക്കും. ലിഗമെന്റ് എല്ലുമായിട്ടൊന്ന് ചേർന്ന് പിടിക്കാനും അതിനകത്ത് രക്തോട്ടം തിരിച്ചു വരാനും. 6 മാസം കൊണ്ട് അവൻ്റെ മസിൽ ഇത്രയും കാലം കൊണ്ട് അവൻ്റെ കാല് രണ്ടും സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഒരു കാലിന് വണ്ണക്കുറവ് ഓൾറെഡി സംഭവിച്ചു, വലത് കാലിൻ്റെ മസിൽ ശോഷിച്ചിട്ടുണ്ട്. അതൊക്കെ റീഗെയിൻ ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി 6 മന്ത്സ് റീഹാബ് കഴിഞ്ഞാൽ നോർമൽ ഒരാൾ കളിക്കുന്നതിനൊക്കെ ഉഷാറായിട്ട്, അല്ലെങ്കിൽ അത്ര തന്നെ ശക്തമായിട്ട് കളിക്കാനും പറ്റും. ഇവിടെ സൂക്ഷിക്കേണ്ട എന്നെ ചവിട്ടിയ ആളാണ്, തിരിച്ചു ചവിട്ടും ഞാൻ. ആ കളി കാണാൻ ഞങ്ങളുണ്ടാവും എൻ്റെ കൂടെ ടർഫിൽ. മിംസിന് അറിയുന്നവർക്ക് അറിയാം ഫൈസൽ ഡോക്ടർ ആരാന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത 1-2 സുഹൃത്തുക്കളൊക്കെ ഇവിടുന്ന് സർജറി ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മളെ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ നോക്കുക. നമുക്ക് നമ്മളെ കാല് മുറിച്ച് ഓരോന്ന് ചെയ്യാനല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അതേപോലെ ഫെസിലിറ്റി പേടിപ്പിക്കില്ല, മുറിയൊന്നുമില്ല. അത് കീഹോൾ ഓപ്പറേഷൻ ആണ്. വളരെ ചെറിയ 2 ദ്വാരത്തിൽ കൂടെ ഈ കെട്ടി വെച്ചിരിക്കണമൊക്കെ നീര് വരാണ്ടിരിക്കാനാണ്. ചെറിയ 2 കീഹോളിൽ കൂടെ ചെയ്യാവുന്ന ഓപ്പറേഷനേ ഉള്ളൂ. തുറന്നു നോക്കിയാൽ നിങ്ങൾ തന്നെ ചിരിക്കുക, എന്താ ഓപ്പറേഷൻ ആണെന്ന്. ആകെ 2 ദ്വാരം. 1.5 മണിക്കൂർ പണി എടുക്കുക. അത് ലിഗമെന്റ് ആദ്യം എടുക്കണം. ലിഗമെന്റ് ആദ്യം നമ്മൾ റീഷേപ്പ് ചെയ്യണം, അതിന്റെ സൈസ് എത്രയെന്ന് മെഷർ ചെയ്യണം. 45 മിനിറ്റ് 50 മിനിറ്റ് സർജറിക്ക് എടുത്തോളൂ. തരിപ്പിച്ച് കിടക്കുന്ന സമയമാണ് വരുന്നത്. ഏകദേശം ഒരു 1 അവർ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇറക്കി. എനിക്ക് ഏറ്റവും വലിയ ധൈര്യം എന്താ പറയുക, നമ്മളെ മൊയ്നൂസ് വ്ളോഗിലെ മൊയ്നൂക്ക് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ 140 കിലോ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മുട്ട് മാറ്റി വെച്ച ഡോക്ടറാണ് ഈ ഡോക്ടർ. അയാളത് കുതിര ചാടി നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ധൈര്യമാണ്, ഓരോരുത്തരും ഒരു വിശ്വാസമാണല്ലോ. പിന്നെ സ്പോർട്സ് ഇഞ്ചറി, പിന്നെ അത് അതിൻ്റെതായ സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഇപ്പൊ നമ്മളിപ്പോൾ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് സ്പോർട്സ് ഇഞ്ചറി പലപ്പോഴും മിസ്സായി പോകുന്നൊരു സംഭവമാണ്. അതിനെപ്പറ്റിയുള്ള ഒരു അവബോധം നിങ്ങളൊക്കെ ഒന്ന് ആയിട്ട് വേണം നമുക്കൊരു അതിനെപ്പറ്റി ഒരു ടർഫിൽ തന്നെ അതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കണം. കുട്ടികളിൽ ഉണ്ടാകുന്നതിനെ പറ്റി ഒരു ടീം ഉണ്ടാക്കണം, ഒരു ക്ലബ്ബ് ഉണ്ടാക്കണം. എന്തെങ്കിലും സ്പോർട്സ് ഇഞ്ചറി ഉണ്ട് അതിനൊരു ഹെൽപ്പ് ലൈൻ നമ്മളിപ്പോൾ ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, ഡൗട്ട്സ് ചോദിക്കാം, കാര്യങ്ങളുണ്ട്. അതിനുള്ളൊരു കാര്യങ്ങൾ അത് അറിഞ്ഞില്ലെങ്കിൽ നമ്മളത് മിസ്സായി പോകും. കാരണം ഈ ഒരു ലിഗമെന്റ് കീറിയാൽ 3 ആഴ്ച കാലിലൊരു ചെറിയ നീര് വീക്ക വേദന അങ്ങോട്ട് മാറും. അടുത്ത കളിയിലാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ റിസ്ക് നമ്മൾ കുട്ടികളിൽ ഒഴിവാക്കണം. സ്പോർട്സ് ഈ പറഞ്ഞ പോലെ മലപ്പുറത്തിന്റെ എനിക്കിപ്പോ സത്യമായ ചവിട്ട് കിട്ടിയതാണ്, ക്രോസിൽ എക്സ്റ്റൻഷൻ ഇങ്ങനെ ചവിട്ടിയത്, അതിനിങ്ങോട്ട് തിരിഞ്ഞതാണ്. അപ്പം ഇതല്ലാതെ ഈ ടർഫിൽ കളിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. കിക്ക് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോൾ കാലിൽ ഒട്ടേര് പലതരം ഇഞ്ചറീസ് ഉണ്ട്. ഇതിനകത്ത് റൊട്ടേഷണൽ സ്ട്രെയിൻ എന്ന് പറയും. നമ്മൾ നിന്ന കാല് നിന്ന നിപ്പിൽ തിരിയാണ്. പക്ഷേ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ സ്പോർട്സ് സർജറി ആയിട്ട് തന്നെ പ്രത്യേകം ചെയ്യണം? സ്പോർട്സ് അല്ല, ഇതിന്റെ പേര് നമ്മൾ ആൾക്കാർക്ക് അവബോധം ഉണ്ടാക്കാൻ വേണ്ടി സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇതിനകത്ത്. കാരണം സ്പോർട്സിലാണ് ഇത് മാക്സിമം ഉണ്ടാകുന്നത്. വീട്ടിലുള്ളവർക്ക് ഇത് ഉണ്ടാവും. ഒരു ഹൗസ് ഹോൾഡ്, ഒരു പ്രായമുള്ള അല്ലെങ്കിൽ ഒരു മധ്യവയസ്കയായ സ്ത്രീകളൊന്നും മുട്ടുവഴിക്ക് സ്ലിപ്പായി വീണു അവരിലും ഉണ്ടാകലുണ്ട്. പക്ഷെ കോമണസ്റ്റ് നമ്മുടെ കുട്ടികളിലാണ് ഇത് കാണുന്നത്. അതും ഏജ് 17 വയസ്സ് മുതൽ അല്ല 15 വയസ്സ് മുതൽ ഇത് കാണാറുണ്ട്. ഇല്ല, യങ്ങസ്റ്റ് ഞങ്ങൾ ചെയ്ത 14 വയസ്സുള്ള കുട്ടിക്കാണ്.
വളർച്ച പോലും പൂർത്തിയാത്തൊരു കുട്ടിയിൽ നമുക്ക് ചെയ്യേണ്ടത്. കാരണം അവന്റെ ലൈഫ് എന്ന് പറയുന്നത് അവന് കളിക്കണം. അവൻ ആ സ്കൂളിന്റെ ക്യാപ്റ്റനാണ്. അവനപ്പോൾ അവൻ പറഞ്ഞത് ഡോക്ടറെ എനിക്ക് കളിച്ചേ പറ്റൂ. അതേ അവസ്ഥ. അവരുടെ പാഷൻ എന്താണ്, ഒരാളുടെ പാഷൻ എന്താണ്, അതിലോട്ട് തിരിച്ച് നമ്മൾ കൊണ്ടുവരാൻ പറയണം. പലരും കളി നിർത്തി സൈഡായ കുറെ ആൾക്കാരുണ്ടല്ലോ അല്ലേ. എക്സ്ട്രാ ഇപ്പൊ കളിച്ചിരുന്നെങ്കിൽ നല്ല ലെവലിൽ എത്തിയിരുന്നേനെ എന്നുള്ളവർ തന്നെ കളി നിർത്തി വേറെ സൈഡായിട്ട് ജോലി ചെയ്ത്. അപ്പൊ അതിനൊക്കെ ഒരാളുടെ ജീവിക്കുന്നത്രോളം കാലം അവരുടെ പാഷൻ ഫോളോ ചെയ്യുക. നിന്റെ ആ സ്പിരിറ്റിലോടാണ് ഞങ്ങൾക്ക് താല്പര്യം വന്നത്. പിന്നെ ഞാനിതിപ്പോ ഒരു ഡോക്ടർ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ്ട് ഇപ്പൊ ഇതൊരു വീഡിയോ ആക്കണമെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ സത്യം പറയാലോ, പൈസ കുറച്ച് കൂടുതലുണ്ടോന്ന് സംശയമുണ്ട്. പക്ഷെ എന്താ പറയാ, നമ്മൾ പൈസ അതും കൂടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഈ പൈസയുടെ കാര്യം പറയണേ, നമ്മൾ ആസ്റ്ററിന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന ഇംപ്ലാൻസുകളിൽ, അതായത് ക്വാളിറ്റിയുള്ള ഇംപ്ലാൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു സ്റ്റാൻഡിങ് റൂൾ ഉണ്ട്. മനസ്സിലായോ? ഈ ഒരു ഇത്ര ഗ്രേഡുള്ള ഇംപ്ലാൻസ്, ഇത്ര ഇതുള്ള പലതരം. ഇപ്പൊ ഇന്ത്യയിൽ നമ്മളൊരു മുട്ട് മാറ്റി വെക്കലിന്റെ ഇംപ്ലാന്റ് 40,000 രൂപ നമ്മളിൽ അവൈലബിൾ ആണ്, ഇന്ത്യൻ സാധനങ്ങൾ. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്ന പറയണ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടഡ് സിസ്റ്റം പാടുള്ളൂ. ഇന്ത്യൻ സാധനം നിന്റെ ഇട്ടിരിക്കുന്ന സ്മിത്ത് ആൻഡ് നെഫ്യൂ എന്ന് പറഞ്ഞാൽ വേൾഡത്തെ ടോപ്പ് മോസ്റ്റ് ഇംപ്ലാന്റ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു 10, 20 അല്ല 25 രൂപ കൂടുതൽ വന്ന നിന്റെ ലൈഫ് ലോങ് ആ മുട്ടിനുള്ളിൽ ആ നിന്റെ ലിഗമെന്റിനെ പിടിച്ചു നിർത്തേണ്ട സാധനമാണ്. അതിൽ നമ്മൾ ലാഭം നോക്കരുത്. നോക്കണോ? അല്ല, ഡോക്ടർമാരുടെ ചാർജ് ലോസ് അതൊക്കെ നമുക്ക് കുറച്ചു കൊടുക്കാവുന്ന കാര്യമാണ്. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം, അതിനകത്ത് വില കുറയ്ക്കാൻ പറ്റും. 15,000 രൂപയുടെ സാധനം കിട്ടാനുണ്ട് ഇന്ത്യയിൽ, 7,000 രൂപയുടെ കിട്ടാനുണ്ട് ഈ SCLന്റെ ഇംപ്ലാന്റ്സിന്റെ സാധനം. സ്മിത്ത് ആൻഡ് നെഫ്യൂന്റെ ഒരു സ്ക്രൂവിന് തന്നെ ആവും 18 രൂപ. ആ ഒരു വ്യത്യാസങ്ങളാണ്. അപ്പൊ അതിൽ നമ്മൾ വില കുറച്ച് സാധനങ്ങളുടെ വില കുറച്ചിട്ടിട്ട് സർജറി കുറച്ച് കാണിക്കണ്ട എന്നുള്ളൊരു അതാണുള്ള കാര്യം. ചിലർ പറയും ഡോക്ടറെ പറ്റൂല, നിങ്ങൾ തന്നെ ചെയ്യണം എന്നാ, പക്ഷേ ഇത്രയും വിലയുള്ള പറ്റൂല. നമ്മൾ അതിനായിട്ട് തന്നെ ഇന്ത്യൻ സാധനങ്ങൾ എടുത്ത് അവരോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നിന്റെ ഡിസ്ചാർജ് സമ്മറി കണ്ടാക്കാണ്, അതിനകത്ത് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും, സ്മിത്ത് ആൻഡ് നെഫ്യൂ, അതിന്റെ സീൽഡ് അതിന്റെ സീൽഡ് ഉണ്ടാവും, അതിന്റെ ബാർകോഡ് ഉണ്ടാവും. അപ്പൊ അതിലാണ് ചെറിയ കോസ്റ്റ് വ്യത്യാസം വരുന്നത്. പറയണ പോലെ വില കൂടുതലൊന്നും ഇല്ലട്ടാ. പിന്നെ സർവീസ് അടിപൊളിയാട്ടാ. കറക്റ്റ് സമയത്ത് ഫുഡ്, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് പോലും വന്ന് നോക്കുന്നുണ്ട്. ഓരോരുത്തരും വന്നിട്ട് ഓരോന്ന് നോക്കി, അത് അടിപൊളി. പിന്നെ അത് എനിക്ക് അങ്ങനെയാണ് എല്ലാവരോടും. ഇവൻ ആള് പോപ്പുലർ ആണ്, അടിപൊളി വ്ളോഗറാണ്. എന്നിരുന്നാൽ പെൺകുട്ടികളൊക്കെ സിസ്റ്റർമാർ കാണാൻ പോകുന്നൊക്കെ ആയിരിക്കും. എന്നാലും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എല്ലാവരുടെ അടുത്തും പോകും. ഞാൻ ചെന്നപ്പോൾ നല്ല ചെസ്റ്റൊക്കെ വിരിച്ച് നല്ല ടൈറ്റ് ജീൻസ് ഒക്കെ ഇട്ടാണ് നിൽക്കുക. അമ്മ നീ ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടാണ് വന്നല്ലേ. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് കാലത്തിന് എത്ര കാലം റെസ്റ്റ് എടുക്കണം? 2 മാസം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ആഴ്ചയുള്ളൂ. അതായത് നീ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് ഒരു 3 വീക്സ് റെസ്റ്റ്. 3 ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ബെൽറ്റ് ഇട്ട് എൻ്റെ കാര്യങ്ങളോ നോർമൽ വീഡിയോസിനൊക്കെ ചെയ്യാം. കളിക്കാൻ മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ. 3 മാസം തൊട്ട് 6 മാസം വരെ നമ്മൾ റീഹാബ് ചെയ്തിട്ട് പാടല്ലേ. ലിഗമെന്റ് ഫുള്ളായിട്ട് സ്ട്രോങ് ആവുന്നതിന് മുമ്പ് നമ്മൾ അതിൽ സ്ട്രെയിൻ കൊടുത്താൽ ലിഗമെന്റ് പൊട്ടും. അതുകൊണ്ടുള്ള വേറെ ഒന്നാമത്തെ റെസ്റ്റ്, ബെഡ് റെസ്റ്റ് ഒന്നും ഇല്ല. നോർമൽ ലൈഫ് ആക്ടിവിറ്റിയിലോട്ട് കൊണ്ടുവരാൻ ഒരു 20 ദിവസം റെസ്റ്റ് അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ വിചാരിക്കണ്ട 20 ദിവസം എൻ്റെ വീഡിയോ ഉണ്ടാവില്ല എന്ന്. ഒന്നും നടന്നില്ല, ലൈവെങ്കിലും ഞാൻ ഇടും. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ.